വ്യാപാരിക്യം സിന്ദാബാദ്, വ്യാപാരിക്യം സിന്ദാബാദ്, വ്യാപാരിക്യം സിന്ദാബാദ്, വ്യവസായിക്യം സിന്ദാബാദ്, വ്യവസായിക്യം സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, അബ്ദുൽ ഹമീദ് സിന്ദാബാദ്, അബ്ദുൽ ഹമീദ് സിന്ദാബാദ്, അബ്ദുൽ ഹമീദ് സിന്ദാബാദ്. വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് സംഘടനയുടെ നിയോജക മണ്ഡലം കൺവെൻഷൻ ചെയർമാൻ ശ്രീ PP ജോണി അധ്യക്ഷത വഹിച്ചു. ശ്രീ അജിത് കുമാർ മല്ലയ്യ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. ഇന്ന് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വന്ന ഒരു ന്യൂസിനെ ആസ്പദമാക്കി ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചില്ല. മറ്റൊന്നായിരുന്നില്ല, ഇന്ന് മാതൃഭൂമിയിൽ വന്നൊരു കാര്യം, വടക്കാഞ്ചേരി മേഖലയിലൊക്കെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കും. അത് താലൂക്ക്, ആരോഗ്യം, പിന്നെ പോലീസ്, മുനിസിപ്പാലിറ്റി. യോഗം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകിട വ്യാപാരികളുടെ കടകൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒത്തുചേർന്നുകൊണ്ട് പരിശോധിക്കുകയും അതിനുശേഷം വിലകയറ്റവും പൂഴ്ത്തിവെപ്പുകാരും കരിഞ്ചന്തക്കാരുമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. ഓണക്കാലത്ത് തെരുവോര കച്ചവടവും അനധികൃത കച്ചവടം തടയണമെന്ന് ഉദ്യോഗസ്ഥരോട് ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വ്യാപാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാവണം ഗവൺമെന്റിനെ മുന്നോട്ട് പോകേണ്ടത്. ലക്ഷക്കണക്കിന് രൂപ നികുതി പിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യാപാരികളെ സമൂഹത്തിന്റെ മുന്നിൽ മോശമായി ചിത്രീകരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ ഉന്നതിക്കായി വ്യാപാരി സമൂഹം നടത്തുന്ന നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിച്ചു. പുതിയ ഭാരവാഹികളായി ചെയർമാൻ ശ്രീ PP ജോണിയെയും ജനറൽ കൺവീനറായി ശ്രീ അജിത് കുമാർ മല്ലയ്യയെയും ട്രഷററായി വിൽസൺ TDയെയും തെരഞ്ഞെടുത്തു. യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ശ്രീ സതീഷ്, വനിതാ വിംഗ് നിയോജക മണ്ഡലം ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു വർഗീസ്, ശ്രീ ജോസ് PP എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻമാരായി ജോസ് PP, സുഭാഷ് PR, ജോസ് തോമസ് എന്നിവരെയും കൺവീനർമാരായി സുബ്രഹ്മണ്യൻ, സോണി C ജോർജ്, ജോസ് TV എന്നിവരെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റായി KV അബ്ദുൽ ഹമീദിനെ വീണ്ടും തെരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തെ യോഗത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് പൊന്നാട അണിയിച്ചു. ഒരു പ്രാധാന്യത്തോടു കൂടിയുള്ള അതിനൊരു സ്ട്രക്ചറില്ല. നമ്മൾ 2013 എൻ്റെ നേതൃത്വത്തിൽ അന്ന് അജിത് മല്ലയ്യൊക്കെ സെക്രട്ടറി ആയിട്ടൊക്കെ നമ്മൾ പുതിയ കമ്മിറ്റി വരുന്നത്. അതുവരെ നിയോജക മണ്ഡലം കമ്മിറ്റി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയാനേ പറ്റുള്ളൂ. പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാനും ശരി. കാരണം നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല. ഞാനൊരു നിയോജക മണ്ഡലത്തിന്റെ ചെയർമാനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ നിയോജക മണ്ഡലത്തിന്റെ ചെയർമാൻ ഞാനായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിയോജക മണ്ഡലം ചെയർമാനായിട്ട് ഇയാളെ വെച്ചു അത്രേ ഉള്ളൂ. വേറൊരു പണിയില്ല. നല്ല സുഖമാണ്. ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഒരു പണി ഉണ്ടായിരുന്നില്ല. ഒരു കണക്കിന് വളരെ സുഖമായിരുന്നു.